ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് 2019 സ്കീം ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് സ്ട്രക്ചേഴ്സിലെ 5th മൊഡ്യൂളായിട്ടുള്ള ആൾജിബ്രൈക് സ്ട്രക്ചേഴ്സാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ് ഞാൻ ഈ ആദ്യം എഴുതിയിരിക്കുന്നത്. സബ്സെമി ഗ്രൂപ്പ്, മോണോയിഡ്, ഹോമോമോർഫിസം, സബ്സെമി ഗ്രൂപ്പ്, അതുപോലെ തന്നെ സബ് മോണോയിഡ് ഇതൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ആദ്യം കുറച്ച് നോക്കാൻ പോണ കുറച്ച് ടോപ്പിക്ക്. ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ബൈനറി ഓപ്പറേഷൻ? ലെറ്റ് ക്യാപിറ്റൽ എ ബി എ നോൺ എംപ്റ്റി സെറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് the function star from a cross a into a. In such case we usually written as a star b or star ab. അതായത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട് പറയുകയാണ്. അതായത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് പോലെ എ പ്ലസ് ബി, എ മൈനസ് ബി, എ ഇൻറ്റു ബി, ഇതുപോലത്തെ ഓപ്പറേഷനുകളാണ് എന്ത് സ്റ്റാറും. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഓപ്പറേഷന് ഞാൻ എ എന്ന് പറയുന്നൊരു സെറ്റിലാണ് പറയുന്നതെങ്കിൽ അത് എ ക്രോസ് എയിൽ നിന്ന് എയിലോട്ടുള്ള ഒരു ഫങ്ഷനായിട്ടാണ് ഞാൻ ഈ സ്റ്റാറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നോർമൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫംഗ്ഷന് പോലത്തെ ഓപ്പറേഷനുകൾ, അഡിഷനും സബ്ട്രാക്ഷനൊക്കെ പോലെ തന്നെ സ്റ്റാറും ഒരു ഓപ്പറേഷനാണ്. അതിന് കൊടുത്തിരിക്കുന്ന ഒരു സിമ്പലാണ്. ആ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പൽ ചിലപ്പോൾ പ്ലസ് ആവാം, ചിലപ്പം ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും കൂട്ടിയിട്ട് മൈനസ് രണ്ട് ടേമുകളുടെയും പ്രോഡക്റ്റ് എടുക്കുന്നതാവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആ ഓപ്പറേഷൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറലായിട്ടൊരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിമ്പൽ അതിന് കൊടുത്തേക്കുന്നത്. ആ സ്റ്റാർ ചിലപ്പോൾ പ്ലസ് ആവാം, ചിലപ്പോൾ പ്ലസ്സും മൈനസും കൂടെ വരുന്ന ഒരു ഓപ്പറേഷൻ ആവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇനി അടുത്തത് നമ്മൾ അതിനകത്ത് നോക്കാൻ പോകുന്നത് എന്താണ്, ഈ ബൈനറി ഓപ്പറേഷന് കുറച്ച് എന്തുണ്ടായിരിക്കും, കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ആ പ്രോപ്പർട്ടീസാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം നേരത്തെ പറഞ്ഞായിരുന്നു എ എന്ന് പറയുന്ന ഒരു സെറ്റിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആ എ എന്ന് പറയുന്ന സെറ്റിൽ ഒരുപാട് എലമെൻറ്റ്സ് കാണും. ഞാൻ ഈ ഒരുപാട് എലമെൻറ്റ്സിലുള്ള എലമെൻ്റാണ് എയും ബിയും എന്ന് വെച്ചോ. എൻ്റെ ഇടയിലുള്ള ഏതോ രണ്ട് എലമെൻ്റാണ് എയും ബിയും. ആ രണ്ട് എലമെൻ്റ് എടുത്ത് ഞാൻ ഈ പറയുന്ന സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയാൽ എനിക്കൊരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുമല്ലോ. ആ റിസൾട്ട് എന്ന് പറയുന്ന ആൾ ഈ സെറ്റിലെ തന്നെ ഒരു മെമ്പർ ആണെങ്കിൽ അങ്ങനെ ഉള്ള സ്റ്റാർ ഓപ്പറേഷൻ ആ സെറ്റിൽ എന്താണെന്ന് എനിക്ക് പറയാം, ക്ലോഷർ ആണെന്ന് പറയാം. സിമ്പിളി ഇത്രയേ ഉള്ളൂ. ഞാൻ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എയും ബിയും ചൂസ് ചെയ്യുന്നു. ആ സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് ആ സെറ്റിൽ തന്നെയുള്ള ഒരു മെമ്പർ ആണെങ്കിൽ എനിക്ക് എന്തെന്ന് പറയാം, ആ സ്റ്റാർ ആ ഒരു സെറ്റിൽ ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കിയേ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇസഡ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് എടുത്ത് ആരൊക്കെയുണ്ട്, 0 ഉണ്ട്, +or-1 ഉണ്ട്, +or-2 ഉണ്ട്, എക്സെട്രാ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇഷ്ടമുള്ള രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ അഡിഷനായിട്ട് എടുക്കുകയാണ്. ഞാനിപ്പോൾ 1ഉം 2ഉം ആണ് എടുത്തത്. ഞാൻ പ്ലസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, 3 കിട്ടുന്നു. 3 ഈ സെറ്റിൽ തന്നെയുള്ള എലമെൻ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാർ എന്ന് പറയുന്ന, ഈ പ്ലസ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ ഇസഡിൽ എന്താണെന്ന് എനിക്ക് പറയാം, ക്ലോസ്ഡ് ആണെന്ന് പറയാം. അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്, മൂന്ന് എലമെൻറ്റ്സിനെ ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യണം. അത് രണ്ട് ഡിഫറൻറ്റ് രീതിയിൽ ചെയ്യണം. ആദ്യത്തെ രണ്ട് ടേംസ് തമ്മിൽ ഒരുപോലെ നോക്കുന്നു. അതിനുശേഷം ആ കിട്ടിയ ആൻസർ രണ്ടാമത്തേനോട് ചെയ്യുന്നു. അതുപോലെ ആദ്യം എ സ്റ്റാർ ബി സ്റ്റാർ സി ചെയ്യുന്നു. അതായത് എ ബി സി എന്ന് പറഞ്ഞ് 3 എലമെൻറ്റ് ഞാൻ എടുക്കുകയാണ്. അതിനെ രണ്ട് ഡിഫറൻറ്റ് രീതിയിൽ ചെയ്യുന്നത്. മൂന്ന് ഞാൻ എന്താണ് സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അത് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, എയും ബിയും ചെയ്യുന്നു, കിട്ടിയ ആൻസറിൻ്റെ കൂടെ സി ചെയ്യുന്നു. രണ്ടാമത് ഞാൻ ബിയും സിയും ചെയ്തിട്ട് കിട്ടിയ ആൻസറിൻ്റെ കൂടെ എ ബിയും സിൻ്റെയും കൂടെ ചെയ്യുന്നു. ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ ആ സ്റ്റാർ എന്താണെന്ന് പറയാം, അസോസിയേറ്റീവ് ആണെന്ന് പറയാം. അതേസമയം ഞാൻ രണ്ട് എലമെൻറ്റുകളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നത്. എയും ബിയും ചെയ്യുന്നു, എ സ്റ്റാർ ബി ചെയ്യുന്നു. അതുപോലെ ബി സ്റ്റാർ എ ചെയ്ത് നോക്കുന്നു, തിരിച്ച് ചെയ്ത് നോക്കുന്നു. ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ്. അപ്പോഴും എനിക്ക് സെയിം ആൻസറാണ് കിട്ടുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടി എന്താണ്, ആ ഒരു സ്റ്റാർ എന്താണെന്ന് പറയാം, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണെന്ന് പറയാം. അടുത്തത്
ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സെറ്റ്, ഇപ്പോൾ എ എന്ന് പറഞ്ഞ് ഞാനൊരു സെറ്റ് എടുത്തു. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഞാൻ എടുത്തു. ആ സെറ്റിനകത്ത് കുറേ അധികം എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ സെറ്റ് കുറേ എലമെൻറ്റ്സ് ഉണ്ടേ. ഈ എലമെൻറ്റ്സിൽ ഇഷ്ടമുള്ളൊരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഞാൻ അതിനെ എ എന്ന് വിളിച്ചു. ആ എലമെൻറ്റിലെ എയുമായിട്ട് ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഞാൻ ഏതോ ഒരു പ്രത്യേകതരം എലമെൻറ്റുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റിനെ ഞാൻ ഇ എന്ന് വിളിക്കുന്നു. ആ എലമെൻറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ എ തന്നെ കിട്ടും. ആ എക്ക് പകരം ഞാൻ ബി എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇതിനകത്ത് ചൂസ് ചെയ്തു. ആ സെയിം ഇയുമായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെന്ന് കിട്ടും, ബി എന്ന് കിട്ടും. അങ്ങനെ ഏത് എലമെൻറ്റിനെ ഞാൻ ചൂസ് ചെയ്ത് ആ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇക്ക് ഇട്ട് കൊടുത്താലും ആ എലമെൻറ്റ് തന്നെ എനിക്ക് ആൻസറായിട്ട് കിട്ടിയാൽ നമ്മൾ ആ ചൂസ് ചെയ്ത ആ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇയെ എനിക്ക് എന്താണെന്ന് പറയാം, ആ സ്റ്റാറിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളിപ്പം ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാമോ, ഇസഡ് നേരത്തെ എടുത്ത സെയിം സെറ്റ് തന്നെ എടുക്കുന്നു. ഇസഡ് ആരാണ്, സെറ്റ് ഓഫ് ആൾ ഇൻറ്റിജേഴ്സ് പ്ലസ് ഓ -1 പ്ലസ് ഓർ -2 എക്സെട്ര അങ്ങനെ പോകുന്ന സെറ്റാണ്. അതിനകത്തുനിന്ന് ഞാൻ ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യുന്നു 7. അതിൻ്റെ കൂടെ ഞാൻ ആഡിഷനാണ് കൊടുക്കുന്ന സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഞാൻ 0 ആഡ് ചെയ്താൽ എനിക്ക് എന്ത് തന്നെ കിട്ടും, 7 ആണ് കിട്ടുന്നത്. അതേസമയം ഞാൻ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനാണ്. 7 × 1 എന്ന് പറയുന്നത് എന്താണ്, 7 ആണ്. അപ്പോൾ ഇസഡ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ നിന്ന് ഇസഡ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഞാൻ ഏതൊരു എലമെൻ്റ് എടുത്ത് അഡിഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്താലും അവിടെ എനിക്ക് 0 ആണ് ഞാൻ അടുത്ത എലമെൻ്റായിട്ട് എടുക്കുന്നതെങ്കിൽ എനിക്ക് ആദ്യം എടുത്ത എലമെൻ്റ് ഏതാണോ അത് തന്നെ ആൻസറായിട്ട് കിട്ടത്തില്ലേ. അതുപോലെ തന്നെ 0 ഞാൻ ആദ്യം എടുത്തു, അതിൻ്റെ കൂടെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് ആ ഏതാണോ രണ്ടാമത് ഞാൻ എടുത്ത ആ എലമെൻ്റ് തന്നെ കിട്ടത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു എലമെൻ്റ് എനിക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റിയാൽ ആ എലമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. കണ്ട് ഈ തന്നിരിക്കുന്ന റിലേഷൻ പോലെ എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ. അതെന്തായിരിക്കും, തിരിച്ച് ചെയ്താലും നമുക്ക് അത് തന്നെ കിട്ടണം. എങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടണം, എ തന്നെ കിട്ടത്തക്ക രീതിയിലാണ് എനിക്ക് ആ എലമെൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റിയാൽ ആ എലമെൻറ്റിനെ എന്താണെന്ന് പറയാം, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ 0 ആണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, അതാണ് ഞാൻ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചത്. 1 ആണ് എന്ത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇൻവേഴ്സ് നോക്കാം. ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഇയുടെ കാര്യം പറഞ്ഞില്ലേ, ഞാനൊരു എലമെൻറ്റ് എടുക്കുന്നു എ. ഏതോ ഒരു എലമെൻറ്റുമായിട്ട് മറ്റൊരു എലമെൻറ്റുമായിട്ട് ഞാൻ ഈ എ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടത്തുമ്പോൾ എനിക്ക് ഈ ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ എ ബിയുടെ ഇൻവേഴ്സ് എന്നും ബി എയുടെ ഇൻവേഴ്സ് എന്നും എനിക്ക് വിളിക്കാം. മനസ്സിലായോ? ഏതോ 2 എലമെൻ്റ് എടുത്ത് ഓപ്പറേഷൻ നടത്തുമ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആൻസർ കിട്ടുന്നെങ്കിൽ എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയാം, ബി എന്താണെന്ന് പറയാം, എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പോൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇ കിട്ടും. അങ്ങനെയുള്ള എ ഇൻവേഴ്സ് തന്നെ, അങ്ങനെ ഇവിടെ രണ്ടാമത് എടുക്കുന്ന നമ്പർ അല്ലെങ്കിൽ ആദ്യം എടുക്കുന്ന നമ്പർ ഇൻവേഴ്സ് ആണ് രണ്ടാമത്തതെന്ന് പറയണമെങ്കിൽ അവർ തമ്മിൽ ആ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എനിക്ക് കിട്ടണം എങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, എൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഞാൻ ഈ ജി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എക്സ് സ്റ്റാർ എന്ന് പറയുന്ന ആൾജിബ്രായിക് സ്ട്രക്ചറിൽ നിന്ന് വൈ പ്ലസ് എന്ന് പറയുന്ന ഒരു ആൾജിബ്രായിക് സ്ട്രക്ചറിലോട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൽ നിന്ന് ഞാൻ 2 എലമെൻറ്റ് ചൂസ് ചെയ്യാണ്, x1ഉം x2ഉം. അതിൽ ഞാൻ ജി എന്ന് പറയുന്നതിൽ ഇട്ട് കൊടുത്താൽ ജി ഓഫ് x1 എക്സിൽ ഏത് ഓപ്പറേഷനാണ് നമ്മൾ നടത്തുന്നത്, സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. അപ്പോൾ x1 സ്റ്റാർ x2 എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് കിട്ടണം, ജി ഓഫ് x1. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്തുവാണ്, പ്ലസ് ആണല്ലേ, അത് ജി ഓഫ് x2. ഈ രീതിയിൽ എനിക്ക് ആൻസർ കിട്ടിയാൽ ഈ ജി എനിക്ക് എന്താണെന്ന് പറയാം, എക്സിൽ നിന്ന് വൈയിലോട്ട് പോണ ഒരു ഹോമോമോർഫിസം ആണെന്ന് പറയാം. മനസ്സിലായോ? അതാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജി എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിൽ നിന്ന് വൈ പ്ലസ്സിലോട്ട് പോകുന്ന ഒരു ഓപ്പറേഷനാണ്, ഒരു ഫംഗ്ഷനാണ്. അങ്ങനെയെങ്കിൽ അതിനെ എനിക്ക് ഹോമോമോർഫിസം എന്ന് പറയാം. എപ്പോൾ എക്സിൽ നിന്ന് 2 എലമെൻറ്റിനെ ഞാൻ ചൂസ് ചെയ്യുന്നു, ആ 2 എലമെൻറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ജിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ, ആ എക്സിലെ ഓപ്പറേഷൻ വെച്ച് ജിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആൻസർ എനിക്ക് വൈയിൽ ഓപ്പറേഷൻ വെച്ച് കിട്ടുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഒരുപാട് ടൈപ്പ് ഓഫ് ഹോമോമോർഫിസം ഉണ്ട്. അതാണ് നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത്. നമുക്ക് ടൈപ്പ് ഓഫ് ഹോമോമോർഫിസം നോക്കാം. അത് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ജി എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിൽ നിന്ന് വൈ പ്ലസിലോട്ട് പോകുന്നു. ഈ ഫംഗ്ഷൻ ഒരു 1-to-1 ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് നമുക്ക് വൈയിലുള്ള എല്ലാവർക്കും എക്സിലൊരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയാം? എപ്പിമോർഫിസം എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു 1-to-1 ഫംഗ്ഷൻ ആണെങ്കിൽ 1-2 ഫംഗ്ഷനും 1-1 ഫംഗ്ഷനും ഒക്കെ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പം 1-1 എന്ന് പറയുമ്പോൾ എന്തുവാണ്? നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള x1ഉം x2ഉം എക്സിൽ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഇമേജ് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് എവിടെ കിട്ടും? വൈ കിട്ടും. അതാണ് 1-to-1. അങ്ങനെയാണ് ആ ഫംഗ്ഷൻ ജി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതെന്താണെന്ന് പറയാം? ആ ഹോമോമോർഫിസത്തെ നമുക്ക് മോണോമോർഫിസം എന്ന് പറയാം. ഇനി ജി എന്ന് പറഞ്ഞാൽ ഹോമോമോർഫിസം എന്തുവാണ്? 1-2 ആണ്, 1-1 ആണെങ്കിൽ നമുക്കതിന് എന്താണെന്ന് പറയാം? അത് ഐസോമോർഫിസം ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ എക്സ് എന്ന് പറയുന്ന വൈ എന്ന് പറയുന്ന നമ്മൾ എടുക്കുന്ന സെറ്റ് എക്സിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണെങ്കിൽ എനിക്കതിനെ എൻഡോമോർഫിസം എന്ന് പറയാം. ഇനി എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ എനിക്കതിനെ എന്തെന്ന് പറയാം? ഓട്ടോമോർഫിസം എന്ന് പറയാം.